നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സർ, വിശാൽ സർ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്തൊരു വെറുതെ. വിശാൽ സർ, ഞാനൊരു കൂട്ടം കാണിക്കാം. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ വിശാൽ സാർ ഞെട്ടും. നീ ടെൻഷൻ അടിക്കാതെ കാര്യം എന്താന്ന് കാണിക്ക പാർവതി. ഇതെന്താ കയ്യില്? ദേ ഇതൊന്ന് നോക്കി. ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഫോട്ടോ കണ്ട വിശാൽ സാർ ഞെട്ടൂന്ന്. ഈ ഫോട്ടോ നിനക്ക് എവിടെന്നാ കിട്ടിയത്? അതൊക്കെ പറയാം. നോക്കി വിശാൽ സാർ, പ്രഭാവതി അമ്മ എത്ര സുന്ദരിയാ. ബിപിനെയും വിനയെയും കുഞ്ഞിലെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ ഓർക്കുന്നു, ഈ പ്രായത്തില് ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത്. എന്റെ അമ്മ മരിച്ചു പോയതിനു ശേഷം ഈ പ്രായത്തില് ഇവരിങ്ങോട്ട് വന്നത്. അതൊക്കെ പോട്ടെ, ഈ ഫോട്ടോ നിനക്ക് എവിടെന്നാ കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്കിത് കിട്ടിയതല്ല വിശാൽ സാറേ. പിന്നെ അമ്മ തന്നാണോ ഈ ഫോട്ടോ? എനിക്ക് ഈ ഫോട്ടോ കിട്ടിയതേ മുത്തശ്ശന്റെ മുറിയുന്ന. എന്താ പറഞ്ഞേ? അന്ധനായ ശേഖർ തന്നാണോ ഈ ഫോട്ടോ? അതെങ്ങനെ പ്രഭാവതി അമ്മയുടെ ഫോട്ടോ ശേഖറിന്റെ റൂമിലെത്തി? ആ, അത് തന്നെ വിശാൽ സാറേ ഞാനും ചോദിച്ചത്. അമ്മയുടെ ഈ ചെറുപ്പത്തിലെ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പൊ പറയാ ഈ ഫോട്ടോ ആ മുറിയുടെ മൂലയിന്ന് കിട്ടിയതാന്ന്. ഞാൻ ഈ ഫോട്ടോ അമ്മയുടെ കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഞാനാണിത് തന്നേന്ന് ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് തോന്നി വിശാൽ സാറിനെ തന്നെ ആദ്യം ഇത് കാണിക്കാമെന്ന്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അമ്മയുടെ ഈ പഴയ ഫോട്ടോ അയാളുടെ കയ്യിലിരിക്കേണ്ട ഒരാവശ്യമില്ല. അന്ധനായ ശേഖറിന് ഇത് കാണാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ഇത് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. പാർവതി ആ ഫോട്ടോ കണ്ടതിന് ശേഷം അത് ഞാനാണ് തന്നതെന്ന് ആരോടും പറയരുതെന്ന് താക്കീതും തന്നു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. വിശാൽ സാർ, എന്തുപറ്റി? എന്തോന്നും മിണ്ടാത്തെ? ഒന്നുമില്ല പാർവതി, ഞാൻ ആലോചിക്കായിരുന്നു. നീ നിന്റെ ദിവ്യദൃഷ്ടിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അന്ധനായ ശേഖർ നടന്നുപോയ സംഭവങ്ങൾ പറയാനാണോ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? എനിക്ക് വിശാൽ സാർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ തെളിച്ചു പറയൂ. നീ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. നീ പേടിക്കാതിരിക്ക. പിന്നെ നീ ഒന്ന് സൂക്ഷിക്കണം. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? പാർവതി, ഈ വീടിന് ചുറ്റും എന്തൊക്കെയോ ഉണ്ട്. അത് പിന്നെ ചെടി, മരം, വീട്, റോഡ് എല്ലാം ഉണ്ടല്ലോ. വിശാൽ സാർ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അതൊക്കെ ശരിയാ, അതൊക്കെ നിനക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ വീടിന് ചുറ്റും നിനക്ക് കാണാൻ പറ്റാതായിട്ട് പലതുമുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയില്ലല്ലോ പാർവതി. സാധാരണക്കാരനായിരുന്നിട്ട് അമാനുഷികമായി പ്രവർത്തിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സൂക്ഷിക്കണമെന്ന്. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് പേടിയാവുന്നു വിശാൽ സാർ. അതെ, നീ എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ. ഒന്നും ചുമ്മാ നടക്കില്ല പാർവതി. എല്ലാത്തിനു പിന്നിലും ഒരു കാരണം ഉണ്ടാവും. നീ ഇനി മുതൽ എല്ലാ ആംഗിളിലും ചിന്തിച്ചു തുടങ്ങണം. അതുപോലെ എല്ലാരെയും വിശ്വസിക്കണം. എന്നാൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന വിദ്യ നീ പഠിക്കണം പാർവതി. നാശം, എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത്.
ഒന്നുകിൽ പരിധിക്ക് പുറത്ത് അല്ലെങ്കിൽ ബിസി. നാശം പിടിക്കാൻ ഒരാവശ്യത്തിന് വിളിച്ച വക്കീലിനെ ഒരു സമയത്തും കിട്ടില്ല. വെറുതെ കൂട്ടുവിട്ടോണ്ട് തേരാപാര കോടതി വരാന്തേ നടന്നോളും. മോനെ വിശാലേ, എണീക്ക്. എന്തെങ്കിലും ഒന്ന് കഴിക്കൂട്ടാ. എത്ര ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്? അച്ഛമ്മ വാരിത്തരാം. നല്ല കുട്ടിയല്ലേ? എനിക്കൊന്നും വേണ്ട അച്ഛമ്മേ, എനിക്കൊന്നും വേണ്ട. അച്ഛമ്മയുടെ പൊന്നും കൂടെ അല്ലേ, കുറച്ച് കഴിച്ചാ മതി. ദാ വാ തുറക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് വിശപ്പില്ല. ശരി, മോന് വിശപ്പില്ലെങ്കിൽ കഴിക്കണ്ട. അച്ഛമ്മ നിർബന്ധിക്കുന്നില്ല. മോൻ എഴുന്നേറ്റ് വാ. ഈ ഡ്രസ്സൊക്കെ അച്ഛമ്മ മാറ്റിത്തരാം. എന്നിട്ട് മോൻ ഇഷ്ടപ്പെട്ട പിങ്ക് കളർ ഉടുപ്പിടാം. എന്നെ ശല്യം ചെയ്യാതെ ഒന്ന് പോയി തരോ? നീ കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ ഗോപി. എഴുന്നേറ്റ് ഈ വേഷമൊക്കെ ഒന്ന് മാറി പലതും കഴിക്കാൻ നോക്ക്. പോയവര് പോയി. ഗോപി, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.